പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, അതിനിടയ്ക്ക് പറഞ്ഞപ്പോ സിനിമകളിൽ ആശയെ കാണുന്നില്ല, കുറെ വലിയ ഇടവേളകൾക്ക് ശേഷമാണ് സിനിമയിൽ വരുന്നത് പറഞ്ഞിട്ട്, അതെന്താ കാര്യം? ഇഷ്ടം പോലെ പരസ്യം ചെയ്യല്ലേ? വേറെ മേഖലയിലാണ് 500 പരസ്യം, അതിന്റെ ഇടയിൽ പിന്നെ എന്തിനാ സിനിമ ചെയ്യുന്നത്? അത് നാഷണൽ ആർട്സ് ആണ്. കോൾഗേറ്റ്, ബ്രിട്ടാനിയ, IPL അല്ലേ, ഏതൊക്കെ ബ്രാൻഡ്, നെസ്ലെ, ചിരി നോക്കിയ കൈ നിറയെ പൈസ. ഇതിവിടെ വന്ന് 30 ദിവസം മെനക്കെട്ട് അവിടെ 30 ദിവസം കൊണ്ട് 28 പരസ്യം ചെയ്തിട്ട് വരാം. ഇപ്പൊ ആശ ചെയ്യുന്ന പരസ്യങ്ങൾക്ക് ആശക്ക് കിട്ടുന്ന റെമ്യൂണറേഷനാണ് ഈ സിനിമയുടെ ടോട്ടൽ ബഡ്ജറ്റ്. അപ്പൊ ഇത് സജി ചെറിയ അതിന് മറുപടി പറഞ്ഞു മന്ത്രി സജി ചെറിയാനിലേക്ക് ഇട്ടിരിക്കുന്ന. അല്ല, അതും നമുക്കൊരു ഗുണമാണ്. കാരണം ഇത്രയും ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റിന് നമുക്കൊരു ഇത്രയും സിനിമയ്ക്ക് കിട്ടുക എന്നുള്ളത് പറയുമ്പോൾ വലിയ രസമൊക്കെയാണ്. പക്ഷെ മനോഹരനാണ് അനുഭവിച്ചത്. മനോഹരൻ ഞാൻ പോണെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചു. ആശ ഞാൻ അനുഭവിച്ചില്ല. അപ്പൊ എനിക്ക് രഞ്ജിത്ത്, ഇവിടെ ഒരു കാര്യം, ഇവര് ഈ ഗോകുലും മനോജുമായിട്ടുള്ള ആത്മബന്ധം എവിടേക്ക് എത്തുന്നത്? ഇവിടെ വരെ മനോജിനെ സപ്പോർട്ട് ചെയ്ത് ഗോകുൽ ഇങ്ങനെ ഞങ്ങളൊരു 20 വർഷത്തെ പരിചയമുണ്ട്. ഓ, ഇത് വല്ലാത്ത പരിചയം. 20 വർഷം. അപ്പൊ മനോഹരന്റെ ഒരു കണ്ണ് ചിമ്പിൽ എനിക്ക് മനസ്സിലാവും എന്താണ് മനോഹരന്റെ അവസ്ഥ. അപ്പൊ എനിക്ക് ആശ പറഞ്ഞത് വെച്ച് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടില്ല കേട്ടോ ആശ മനോട്ടോട് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞപ്പോ മനോട്ടിന് ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതായിരുന്നു. ഇങ്ങനെ വർഷത്തെ ഇവരുടെ അടുപ്പം വെച്ച് ഇത് ഈ മൂവിയില് ഞാൻ മാത്രമേ ഉള്ളൂ ഒരു സ്ത്രീ ആയിട്ട് ഇവരെയൊക്കെ ഒന്ന് പോറ്റി 18 ദിവസം വിജയിച്ചു വന്നത്. അതിന് വേറെ അവാർഡ് കൊടുക്കാൻ, അതിന് വേറെ അവാർഡ് കൊടുക്കാൻ സഹിച്ചതിനൊരു അവാർഡ് ഇപ്പൊ ഗോകുല് ചോദിക്കും. 18 ദിവസം ഇത്ര പുരുഷന്മാര് ഗവൺമെന്റ് മനോട്ടം പറയുന്നത് ഗവൺമെന്റ് പടമായി. പക്ഷെ ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ഇങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടതും കേട്ടതും. പക്ഷെ ഞാൻ ഒരു 3 ദിവസം മുന്നേ സിനിമ കണ്ടു. സിനിമ കണ്ടിട്ട് എനിക്കൊന്നും പറയാനില്ല. ആശ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ലതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ ആ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും നമുക്കറിയാം സിനിമയാണെന്ന് അറിയാം. എന്നാൽ പോലും ആ സിനിമ കാണുമ്പോൾ ആശയുടെ പെർഫോമൻസ് കാണുമ്പോൾ എനിക്ക് കണ്ണു നിറഞ്ഞു പോയി. ഭംഗിയായിട്ട് ഏറ്റവും ലാസ്റ്റ് ജോയിൻ ചെയ്തതാണ് ആശ. അപ്പം ഈ മനോജ് എന്ന ഡയറക്ടറെ കുറെ ആളുകൾ സമീപിച്ചിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. വേറെ ആളുകൾ സമീപിച്ചിട്ടുണ്ടാവും. ആശയിലേക്ക് തന്നെ എത്തുകയും ഒരു ദിവസം അഭിനയിച്ചതിനോട് ചോദ്യം ഉയർത്തുകയും ചെയ്തപ്പോൾ ആശയിൽ ഉള്ള വിശ്വാസമാണല്ലോ ആ ഡയറക്ടറിനുണ്ടായിരുന്നത്. ഈ ഡയറക്ടർ പിന്നെ സർക്കാരിലേക്കും കൂടെ അവതരിപ്പിക്കണം, ഇന്ന ആളുകളാണെങ്കിലും അവതരിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയപ്പോൾ ആശയിലേക്ക് അവർ ഉൾക്കൊണ്ട് ആശ അഭിനയിച്ചു വെച്ചത് ഇപ്പോൾ ഗോകുൽ കണ്ടു. ഇനി പ്രശ്നമാണ് കണ്ടത്. ഗോകുൽ കൃത്യമായിട്ട് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ആശ ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് നന്നായിട്ട് അഭിനയിച്ചത്. അത് വന്നിട്ട് ഭംഗിയായിട്ട് ഇതൊരു സോപ്പിംഗ് അല്ല, സത്യസന്ധമായിട്ട് പറയാം. ഞാൻ ഇതിന്റെ ക്യാമറ മുമ്പിൽ സോപ്പ് ചെയ്യേണ്ട സത്യസന്ധമായിട്ട് പറയണം. അപ്പൊ നേരത്തെ ഞാൻ ചോദിച്ചതിന്റെ മറുപടി ഇപ്പം ഗോകുല് പറഞ്ഞു. എന്താണ് നമ്മൾ പരസ്യത്തിന് പോകണോണ്ടാണ് സിനിമയിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞു. എനിക്ക് അങ്ങനെ തോന്നിയത് ഇപ്പൊ ഗോകുല് പറഞ്ഞപ്പോൾ അതിലേക്ക് പോയത്. പക്ഷെ എന്ന് മാത്രമല്ല, വേണ്ടത്ര ഇതിൽ മലയാള സിനിമയിൽ നമുക്ക് വേണ്ട ഒരു കഥാപാത്രം കിട്ടാതെ പോകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എങ്ങനെ എങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എന്നെ കൊണ്ടൊന്നും പറയാനൊരു സമ്മതിക്കില്ല. പറഞ്ഞിപ്പോ ചോദിച്ചാലോ എന്തിനു പറയാം. കുറച്ച് വെള്ളം താതി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.